കാണിക്കരുത്, തോന്നിയവാസം കാണിക്കരുത്. ഇതൊരു യൂട്യൂബാണ്. യൂട്യൂബിൽ തോന്നിയവാസം വന്ന് കാണിക്കരുത്. അതും പ്രത്യേകിച്ചും തന്നെ ഫാമിലി ബ്ലോഗറാണ്, ഇൻഫ്ലുവൻസർ ആണ്, ഞാൻ വലിയ മാങ്ങാത്തൊലിയാണ്, സെക്സ് എഡ്യൂക്കേഷൻ ടീച്ചറാണ്. എന്ത് സെക്സ് എഡ്യൂക്കേഷൻ നിങ്ങൾക്കറിയാം? എന്താ നിങ്ങൾക്ക് അറിയുന്നത്? നിങ്ങൾക്ക് ഒരു സെക്സിനെ പറ്റിയിട്ടും നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ എന്ത് മാങ്ങാത്തൊലിയാണ്? ഒരു ലിംഗവും പൊക്കിപ്പിടിച്ച് വന്നിട്ടുണ്ടല്ലോ പറയുന്നത്. ഇനി ഭർത്താക്കന്മാർ വേണ്ട, ഇനി എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം മതി, ഇത് ബോക്സിലിട്ട് കൊണ്ടുപോയാൽ മതി. ചേട്ടന് പിന്നെ എല്ലാം അറിയാം. സെക്സ് എഡ്യൂക്കേഷൻ അറിയാം, സെക്സ് എന്താണെന്നറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. നമ്മുടെ അസ്ലാം മെർലിന്റെ സെക്സ് ടോയ് വിവാദം ഇവിടെയും കൊണ്ടൊന്നും നിൽക്കും തോന്നില്ല. പുള്ളിക്കാരി അത്യാവശ്യത്തിന് നല്ല സബ്സ്ക്രൈബേഴ്സുള്ള ഒരു 1.1 മില്യൺ സബ്സ്ക്രൈബേഴ്സുള്ള ഒരു യൂട്യൂബ് ചാനലാണ്. ഒരുപാട് വർഷമായിട്ട് യൂട്യൂബ് ചാനൽ റൺ ചെയ്യുന്ന ഒരാളാണ്. നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ തന്നെ ഇടുന്നത്. ടീനേജേഴ്സ്, കല്യാണം കഴിഞ്ഞ ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇടുന്നത്. ഇപ്പൊ അടുത്തിട്ടൊരു വീഡിയോ ആണ് സെക്സ് ടോയ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് എങ്ങനെ യൂസ് ചെയ്യണം, അതുകൊണ്ടുള്ള യൂസേജസ് എന്തൊക്കെയാണെന്നുള്ളത്. ഭർത്താക്കന്മാര് വേണ്ട എന്ന് പറയുന്നത് കേട്ടു. ഭർത്താക്കന്മാര് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല, ഭർത്താക്കന്മാർക്ക് പകരമാണ് ഈ സാധനം എന്നും പറയുന്നില്ല. ഒരിക്കലും ഭർത്താവിന് ഇത് റീപ്ലേസ് ചെയ്യുന്നില്ല എന്നും അസ്ലാം മെർലി അവളുടെ വീഡിയോയിൽ നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഈ ചേട്ടൻ എന്താ പറയുന്നതെന്ന് നമുക്ക് വ്യക്തമല്ല. ബാക്കി കാണാം. ഈ സാധനം മതി, ഇത് ബോക്സിലിട്ട് കൊണ്ടുപോയാൽ മതി എന്ന്. താനും കല്യാണം കഴിച്ചാലോ? അങ്ങനെയാണെങ്കിൽ താനൊരു കാര്യം ചെയ്യണം. ആദ്യം തന്നെ ഭർത്താവിനെ വേണ്ട എനിക്ക് എന്ന് പറഞ്ഞിട്ട് താനും പുറത്തു വരികയാണ് വേണ്ടത്. അല്ലാതെ ഇമാതിരി തോന്നിയവാസ പരിപാടി കാണിക്കുകയല്ല വേണ്ടത്. അതായത് കുട്ടികളും കുഞ്ഞുങ്ങളും എല്ലാവരും ഭർത്താവിനെ വേണ്ട എന്നും പറഞ്ഞ് പുറത്തു വരാൻ മാത്രം ഈ സാധനം ഒരു പുരുഷനോ യഥാർത്ഥത്തിലുള്ള ഒരു പുരുഷ ലിംഗമോ അല്ല. ഇതൊരു ടോയ് ആണ്. ഇത് ടൈം മാനേജ്മെന്റിനും അല്ലാണ്ട് എന്താണ്, ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവ് നാട്ടിലില്ലാത്ത അവസ്ഥ വരുന്ന സമയത്തൊക്കെ അവരുടെ ആ ഒരു താൽക്കാലിക പ്രശ്നം പരിഹരിക്കാനൊക്കെ വേണം എന്നുള്ള രീതിയിൽ ഉള്ളൊരു ടോയ് മാത്രമാണ് ഈ സാധനം. ഒരിക്കലും ഭർത്താവിന് അത് റീപ്ലേസ് ചെയ്യുന്നില്ല. ചേട്ടനാദ്യം ആ പ്രൊഡക്റ്റിനെ കുറിച്ചും അത് എന്തിനു ഉപയോഗിക്കുന്നതിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വീഡിയോ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഒരിക്കലും ഒരു പുരുഷന് പകരം ഒരു സാധനം പകരം വെക്കാനാവില്ല. ഇങ്ങനൊരു സാധനം ഉണ്ട്. അത് എന്താണ്, മാരീഡ് അല്ലാത്ത ആൾക്കാർക്കും മാരേജ് കഴിഞ്ഞ ആൾക്കാർ, ഭർത്താവ് ഇല്ലാത്ത ആൾക്കാർക്കും അവരുടെ ഒരു എന്താണ് ലൈംഗിക ആവശ്യം നിറവേറ്റാൻ വേണ്ടിയുള്ള ഒരു പ്രൊഡക്റ്റ് മാത്രമാണ്. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ഇത്രയൊക്കെ വലിയ ബഹളം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ടി വിയിൽ മിക്ക ദിവസങ്ങളിലും കോണ്ടത്തിന്റെ പരസ്യം കാണാം. അപ്പൊ ഈ സ്ത്രീകളും കുട്ടികളും ഇത് ടി വി കാണുന്ന സമയത്ത് അവർക്ക് അറിയില്ല ഇത് കോണ്ടമാണ്, കോണ്ടം എന്തിനു യൂസ് ചെയ്യുന്നു, എന്തിനാണ് ഇങ്ങനെ ഒരു ആഡ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ മക്കൾ ചോദിക്കുമ്പോൾ നിങ്ങൾ അത് ഏത് രീതി കൈകാര്യം ചെയ്യും? കുട്ടികളും കുഞ്ഞുങ്ങളും എല്ലാവരും കാണുന്ന ഒരു വീഡിയോന്റെ മുന്നിൽ വന്നിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ പൈസക്ക് വേണ്ടി മാത്രം, അതായത് ഡോളറിന് വേണ്ടി മാത്രം കളിക്കുന്ന ചെറ്റത്തരമായിട്ടാണ് എനിക്കിത് തോന്നിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള ചെറ്റത്തരം ഒരാൾ പോലും കാണിക്കരുത്. എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല. അതായത് ഒരു ഇൻഫ്ലുവൻസർ ആണ്, മറ്റേതാണ്, മാങ്ങാത്തുലിയാണ്, സെക്സ് എഡ്യൂക്കേഷൻ ടീച്ചറാണ്. ഞാൻ ഈ ഒരു വീഡിയോ മാത്രമേ ചെയ്യാറുള്ളൂ. പലപ്പോഴും എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള സെക്സിനെ പരമായിട്ടുള്ള ഈ വീഡിയോസും ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവരൊരു സെക്സ് വീഡിയോ എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ സമൂഹത്തിന്റെ മുന്നിൽ എന്ന് പറഞ്ഞാൽ അവർ ഡോക്ടറാണ്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ടീച്ചറാണ്. ഇങ്ങനെയുള്ള ഒരു ഇതാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു ഡോക്ടർ ആയാലും ഒരു ടീച്ചർ ആയി കഴിഞ്ഞാലോ ആൾക്കാർക്ക് ക്ലാസ് എടുക്കാലോ. അതുപോലെ സെക്സ് എഡ്യൂക്കേഷൻ നടത്തുന്ന ഈ ഒരു വ്ളോഗർ വന്നിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഞാൻ ആ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടത്. ആ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആണിന്റെ ഒരു ലിംഗവും എടുത്ത് ഇങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യാം. അതുപോലെ ഒരു തക്കാളിയൊക്കെ പിടിച്ചിട്ടാണ് പറയുന്നത് ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യാം, ഇത് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓടും, അതങ്ങനെ വൈബ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് പുരുഷന്മാരില്ലെങ്കിലും നമുക്ക് കാര്യങ്ങളൊക്കെ നടത്തി ജീവിക്കാം. അതായത് നമുക്ക് കല്യാണമൊന്നും കഴിച്ചു പോകേണ്ട എന്നുള്ള അർത്ഥത്തിൽ സമൂഹത്തിന് എന്ത് മെസ്സേജാണ് ഈ സ്ത്രീ കൊടുക്കുന്നത്? അതായത് സമൂഹം തന്നെ വേണ്ട എന്നുള്ള, കല്യാണം കഴിച്ചു പോകണ്ട എന്നുള്ള അർത്ഥത്തിൽ അതെന്താണ്? അത് മനസ്സിലായില്ല. കല്യാണം കഴിച്ച് പോകണ്ട എന്നൊരു അർത്ഥം അങ്ങനെ ഒരു സാധനം യൂസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അതോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടുണ്ടോ? ചേട്ടൻ ഈ പറയുന്ന തിയറിയും കാര്യങ്ങളും കൺസെപ്റ്റും വെച്ചിട്ട് ആ ഒരു പ്രൊഡക്റ്റ് ഇറക്കുമതി ചെയ്യുന്ന ആ ഒരു കമ്പനി തന്നെ പൂട്ടിക്കുന്നതാണല്ലോ തോന്നുന്നത്. ഒരിക്കലും എന്താണ് കൊച്ചുങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ ഈ ടോയ് ഉപയോഗിക്കാതൊന്നും ആ പെണ്ണ് പറയുന്നില്ല. ഈ ടോയ് എന്ന് പറയുന്നത് എന്താ, നമ്മുടെ താൽക്കാലിക ആവശ്യത്തിന് ഉപയോഗിക്കാം, അല്ലാണ്ട് കല്യാണം വേണ്ട, ഭർത്താക്കന്മാർ വേണ്ട, ഒരു ടോയ്ക്ക് ഒരു കൊച്ചിനെ ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്ന് ആലോചിക്കാൻ പറ്റുന്ന സാമാന്യ വിവരമുള്ള പെണ്ണുങ്ങളും ആണുങ്ങളും തന്നെയാണ് നാട്ടിലുള്ളത്. പിന്നെ ചേട്ടൻ്റെ ഈ വീഡിയോ ഇങ്ങനത്തെ കാര്യങ്ങൾ എതിർക്കുന്ന ആൾക്കാർക്ക് വളരെ ഉപയോഗപ്രദമായിരിക്കും. അവർക്ക് അത് കുറച്ചും കൂടെ താല്പര്യപ്പെടുന്ന ആൾക്കാരായിരിക്കാം. പിന്നെ ആ പെണ്ണിനെ വീഡിയോ കണ്ട് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനത്തെ കാര്യങ്ങൾ അനുകൂലിക്കുന്നവരായിരിക്കാം. സൊസൈറ്റിയിൽ ഒരു വശം മാത്രമല്ല ഒരു കാര്യത്തിനുണ്ടാവുക, രണ്ട് വശം ഉണ്ടാവും. പക്ഷേ ഇതിപ്പോൾ ഇത്രമാത്രം റിയാക്ട് ചെയ്യാൻ പറ്റിയൊരു സാധനം ഒന്നുമില്ല. സിഗരറ്റ്, ബിയർ, ബ്രാൻഡി, കോണ്ടം, ഈ വക ഇഷ്ടം പോലെ സാധനങ്ങൾ വിപണിയിൽ ഇറങ്ങുന്നുണ്ട്. അതിനൊക്കെ അതിൻ്റെതായ രീതിയിൽ ആഡും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഇങ്ങനൊരു സാധനം.
അപ്പൊ ഈ ഇങ്ങനെ ഒരു സാധനം പ്രൊമോട്ട് ചെയ്ത് അസ്ലാം മെർലിനേക്കാളും കൂടുതൽ നിങ്ങൾ റിയാക്ട് ചെയ്യേണ്ടത് ഇങ്ങനൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്ന കമ്പനിക്കെതിരെയാണ് ചെയ്യേണ്ടത്. വെറുതെ ആ പെൺകുട്ടീനെ നെഞ്ഞത്തോട്ട് കയറാൻ പോയിട്ട് കാര്യമില്ല. അല്ല ചേട്ടൻ യൂട്യൂബ് ഒന്നും കറക്റ്റ് നോക്കാറില്ലേ? നമ്മൾ യൂട്യൂബ്സ് തന്നെ ഒരുപാട് മൂവി എക്സ്പ്ലനേഷൻ ചാനൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരെന്താ ഏകദേശം ഇതേപോലെയുള്ള കണ്ടന്റൊക്കെ കാര്യങ്ങളൊക്കെ നല്ല വെടിപ്പായിട്ട് നല്ല എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ അസ്ലാം മെർലി ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യേണ്ട സാധനം മാത്രം ആൾക്കാർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതേ പെൺകുട്ടികളെയും കുട്ടികളെയും ഇൻഫ്ലുവൻസ് ചെയ്യുള്ളൂ. അല്ലാതെ ഇങ്ങനെ കാണിക്കുന്ന വീഡിയോ, എക്സ്പ്ലനേഷൻ വീഡിയോ ഞാൻ 2-3 ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് കൊടുക്കാം, കേൾക്കാനായിട്ടും കൊടുക്കാം. ഇതൊന്നും സമൂഹത്തിലെ കുട്ടികളുടെയോ സ്ത്രീകളെയോ ബാധിക്കില്ല എന്നാണോ ചേട്ടൻ പറഞ്ഞു വരുന്നത്? പിന്നെ യൂട്യൂബിൽ ഇടരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിന്റെ പോളിസിക്ക് എതിരായിട്ടാണ് ആ കുട്ടി വീഡിയോ ചെയ്യുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസ് കാര്യങ്ങൾ യൂട്യൂബിൽ ചെയ്യുന്നത് എങ്കിൽ യൂട്യൂബിന് അത് കളയാനറിയാം, അല്ലെങ്കിൽ ആ ഒരു ചാനൽ റിമൂവ് ചെയ്യാനറിയാം. യൂട്യൂബിന്റെ പോളിസിക്ക് ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് ഇത് യൂട്യൂബിൽ ഇടരുത്, ഇതൊരു യൂട്യൂബാണ്, ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിടന്ന് ഷോ ഓഫ് ഇറക്കിയിട്ട് ഒരു കാര്യമില്ല. കാരണം അവരവരുടെ കണ്ടന്റ് ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ കണ്ടന്റ് ചെയ്യുന്നു. അതിലിപ്പം എല്ലാവരും വാങ്ങി, എല്ലാ സ്ത്രീകളും ഇത് വാങ്ങണം, വളർന്നു വരുന്ന കുട്ടികൾ ഇത് വാങ്ങണം, നിങ്ങൾ ഇത് ഉപയോഗിക്കണം, ഇത് ഭയങ്കര സാധനമാണ്, ഞാൻ ഗ്യാരണ്ടി, ഇങ്ങനെയൊന്നും അല്ല പറയുന്നത്. ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് വിപണിയിലുണ്ട്, ആവശ്യക്കാർ വാങ്ങുക. അത് വാങ്ങാനും അങ്ങനെ പറഞ്ഞിട്ടില്ല, വാങ്ങണം എന്നും പറഞ്ഞിട്ടില്ല. യൂസ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല, അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ അതിൽ പറഞ്ഞിട്ടുള്ളൂ. ഈ സ്ത്രീ കൊടുക്കുന്നത്, അതായത് സമൂഹം തന്നെ വേണ്ട എന്നുള്ള അർത്ഥത്തിലാണ് ഇവർ കൊടുക്കുന്നത്. ഇപ്പൊ മൃഗങ്ങൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യവുമില്ല. ഇപ്പൊ ഒരു പട്ടിയെ കണ്ടു കഴിഞ്ഞാൽ, ഒരു പൂച്ചയെ കണ്ടു കഴിഞ്ഞാൽ, ഇല്ല ഒരു പക്ഷിയെ കണ്ടു കഴിഞ്ഞാൽ അതിനാരും സെക്സ് എഡ്യൂക്കേഷൻ പഠിപ്പിച്ചു കൊടുക്കൊന്നും വേണ്ട. അതിന്റെ കാര്യങ്ങളൊക്കെ അതിന് നിർവഹിക്കാൻ കൃത്യമായിട്ടറിയാം. അതുപോലെ തന്നെയാണ് പണ്ട് കാലങ്ങളിലൊക്കെ മനുഷ്യന്മാർ, അന്നൊന്നും ടീച്ചർമാരോ മാഷന്മാരോ യൂട്യൂബോ മാങ്ങാത്തൊലിയോ ഈ ഗൂഗിളോ കുന്ത്രാമണ്ടി ഇല്ലായിരുന്നു. അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ നല്ല രീതിയിൽ ഇത് ചെയ്തിട്ടുണ്ട്, അതുപോലെ പ്രത്യുൽപാദനങ്ങൾ നടത്തിയിട്ടുണ്ട്. നമ്മളൊക്കെ അതുപോലെ തന്നെ ഉണ്ടായത് തന്നെയാണ്. അല്ലാതെ ഇവരൊന്നും പോയിട്ട് എവിടെയെങ്കിലും ഈ പണ്ട് കാലമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അന്നത്തെ കാലത്ത് ഇല്ലാത്ത പലതും ഇന്നത്തെ കാലത്തുണ്ട്. അന്നത്തെ കാലത്ത് പലരും ചെയ്യാത്ത കാര്യങ്ങൾ ഇന്നത്തെ കാലത്ത് ചെയ്യുന്നുണ്ട്. അന്ന് യൂട്യൂബ് ഇല്ല, സോഷ്യൽ മീഡിയ ഇല്ല, ഇന്നതുണ്ട്. നേരത്തെ ആ കാലത്ത് അതില്ല എന്ന് കരുതി ഈ കാലത്ത് ആൾക്കാർ അത് ഉപയോഗിക്കാതിരിക്കുന്നില്ലല്ലോ. ഈ വലിയ മഹത്വം പറയുന്ന ഈ ചേട്ടൻ യൂട്യൂബ് ഉപയോഗിക്കുന്നില്ലേ? പഴയ ആൾക്കാരെ കൺസെപ്റ്റ് വെച്ച് പൊത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചേട്ടൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കുവോ? യൂട്യൂബ് ഉപയോഗിക്കുവോ? അതിലൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് നിൽക്കുവോ? ഇല്ല. പഴമേന്ന് വ്യത്യസ്തപ്പെട്ട് വരുന്നത് കൊണ്ടാണ് മനുഷ്യൻ മനുഷ്യനായി നിൽക്കുന്നത്. ഒരു പട്ടി, പൂച്ച, മൃഗം ഉദാഹരണം പറഞ്ഞു. അവര് അന്ന് മുതൽ ഇന്ന് വരെ അവർക്ക് ഒരു ഗ്രോത്തും ഉണ്ടായിട്ടില്ല. പക്ഷെ മനുഷ്യന്മാരുടെ കാര്യം അങ്ങനെയാണോ? അവര് ദിനം പ്രതി അവരുടെ ബുദ്ധി ആവട്ടെ, കഴിവാവട്ടെ, എല്ലാ കാര്യങ്ങളും ഡെയിലി ചേഞ്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. മോഡേണിറ്റി, അവിടെ ഒരു മോഡേണൈസേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മൃഗങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു കേസ് വരുന്നില്ല. പിന്നെ ലൈംഗികാവശ്യത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഞാൻ ടോട്ടലായിട്ട് പറയാണ്. പിന്നെ ഈ ലൈംഗിക ബന്ധം എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് മുതലേ ഉള്ളൊരു കാര്യമാണ്. മനുഷ്യന്മാരെന്ന് പറയുന്ന സമയത്ത് അത് കുറച്ചുകൂടെ ഇപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതാ, ആദ്യം പണ്ടത്തെ ആൾക്കാർ ചട്ടയും മുണ്ടും ഇട്ടുകൊണ്ട് നടന്നു, ക്രിസ്ത്യാനികള്. ഹിന്ദുക്കള് മറ്റേ ഹാഫ് സാരിയും സാധനം ഇട്ടുകൊണ്ട് നടന്നു. മുസ്ലിംസ് ബ്ലൗസും, ഒരു ബ്ലൗസ് പോലത്തെ ഇവിടെ വരെയുള്ള ബ്ലൗസും, തലയിൽ ഇങ്ങനെ ഒരു തട്ടും, ഒരു മുണ്ട് പോലെ ഒരു സാധനമൊക്കെ കൊടുത്തുകൊണ്ട് നടന്നു. അതേ സാധനം തന്നെയാണ് ഈ കാലത്ത് ആൾക്കാർ യൂസ് ചെയ്യുന്നത്. അവരുടെ സംസ്കാരം കാര്യങ്ങളൊന്നും മാറാതിരിക്കാൻ വേണ്ടിയിട്ടല്ല. എല്ലാത്തിലും മാറ്റമുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളിലും മാറ്റം വരും. ചേഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. നമ്മൾ കാലത്തിനനുസരിച്ച് പോവാതെ ഈ കാലത്ത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പോയിട്ട് ഇത് എഡ്യൂക്കേഷൻ പഠിച്ച് അതുപോലെ ഇത് എങ്ങനെയാണ് എന്നൊന്നും പഠിച്ചിട്ടൊന്നും നിന്നൊന്നുമല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ തോന്നിയവാസം, ഇതുപോലെയുള്ള തോന്നിയവാസം യൂട്യൂബിൽ വന്നിട്ട് കാണിക്കരുത്. ഡോളർ വേണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെല്ലാം വഴികളുണ്ട്. ഇമാതിരി തോന്നിയവാസം പറയുകയാണ് വേണ്ടത്. ഒരുപാട് കുട്ടികളും അതുപോലെ തന്നെ ഫാമിലികളും കാണുന്ന ഒരു വീഡിയോ ആണ് എന്നുള്ളൊരു വിചാരം പോലും ഇല്ലാതെ ഇങ്ങനെ വന്നിട്ട് അങ്ങ് അലക്കുകയാണ്. ഇവിടെയുള്ള ഒരുപാട് യൂട്യൂബർമാരാണെങ്കിൽ അതിന് വലിയ തോതിലുള്ള പരസ്യവും നൽകുന്നു. എന്താണെന്ന് വെച്ചാൽ ഇവർ പറയുന്നത് ഭയങ്കര ശരിയാണ്, അല്ല ഇവരാണ് ഭയങ്കര ടീച്ചർ, ഒരു മണ്ണാങ്കട്ടിയല്ലോ ഇമാതിരി തോന്നിവാസം എന്ന് പറഞ്ഞാൽ. പണ്ടേതോ ഇംഗ്ലീഷുകാരൻ എന്തോ പറഞ്ഞു എന്ന് കരുതിയിട്ട്, അവൻ എന്തോ ഒരു സംഭവം ഉണ്ടാക്കി എന്ന് കരുതിയിട്ട് ഇത് UK കിട്ടും, അമേരിക്കയിൽ കിട്ടും എന്നുള്ള പോഴത്തരമായ സംസാരവും കൊണ്ടുവന്നിട്ട് ഇവിടെയുള്ള യുവാക്കളെയും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് ഈ സ്ത്രീ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീയുടെ വാക്കും കേട്ടിട്ട് നാളെ എല്ലാവരും ഈ സാമാനത്തിന് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ മക്കളെ നിങ്ങളുടെയൊക്കെ കുടുംബം നശിച്ച് നാരായണക്കല്ലാവും. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.
പറയാനുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ കുറെ നാൾ കഴിയുമ്പോൾ മക്കള് 3 പേർക്കും അവർക്ക് ഓരോന്ന്, അതുപോലെ തന്നെ ഇവർക്ക് ഓരോന്ന്, ഇങ്ങനെയൊക്കെ ഓർഡർ നമ്മൾ ചെയ്യേണ്ടി വരും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ തലക്ക് വെളിവില്ലാതെ എന്തൊക്കെയോ പറയുകയാണ്. UK എവിടെയോ പോയിട്ട് എന്തോ പറയുന്നതെന്നല്ലാതെ നിങ്ങളൊന്നും ഇതൊന്നും കേട്ടിട്ടൊന്നും പഠിക്കണ്ട. കാരണം അല്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളിതൊന്നും കേട്ട് പഠിക്കുകയും ചെയ്യരുത്. ഇപ്പം 2 വർഷമായി ഗൾഫിലുള്ള ആൾക്കാരൊക്കെ എന്താണ് ഏതെങ്കിലും രീതിയിൽ ലൈംഗികാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്ത വീട്ടിലെ ചേട്ടനെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉണ്ട്. ഇപ്പം നമ്മൾക്കറിയാം ഭർത്താക്കന്മാർ നാട്ടിലുള്ളപ്പോൾ തന്നെ ആൾക്കാർ സോഷ്യൽ മീഡിയ വഴി അവിഹിതം തപ്പി പോകുന്നൊരു കാലഘട്ടം. അപ്പം ഭർത്താക്കന്മാർ സ്ഥലത്തില്ലെങ്കിലോ ഭർത്താവിൻ്റെ കൂടെ ഹെൽത്തി ആയിട്ടുള്ളൊരു സെക്ഷൽ റിലേഷൻഷിപ്പ് ഇല്ലെങ്കിലോ നിങ്ങൾ എന്ത് ചെയ്യണം? ഫോൺ എടുക്കുക, കുത്തുക, 4 മെസ്സേജ് അയക്കുക, അവിഹിതം കണ്ടുപിടിക്കുക, പോവുക. സെക്സ് ടോയിന്റെ ഒരു യൂസ് അവിടെ വരുന്നില്ല. അതേപോലെ തന്നെ ഇപ്പം 18 വയസ്സൊക്കെ പൂർത്തിയായി നിൽക്കുന്ന ആണുങ്ങൾക്ക് എന്താണ് ഈ മാസ്റ്റർ ബൈറ്റ്സ് ഒക്കെ സ്വന്തമായിട്ട് ചെയ്യുന്ന ആണുങ്ങളുണ്ട്, സ്ത്രീകളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ഇത് നല്ലതാണ്, വിവാഹിതരല്ലാത്ത ആൾക്കാർക്ക് കേട്ടോ. നിങ്ങൾക്ക് പറ്റുന്ന ഒരു പാർട്ട്ണറെ കണ്ടുപിടിക്കുക, നിങ്ങൾ അവരുടെ കൂടെ പോവുക, നിങ്ങളുടെ ലൈംഗിക ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുക, രണ്ടാമതൊരാളെ ശല്യം ചെയ്തുകൊണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് സെക്സ് ടോയ്സിന്റെ ആവശ്യം വരുന്നില്ല. ചേട്ടൻ പറഞ്ഞത് ശരിയാ. എന്തിനാ വെറുതെ ഈ സാധനമൊക്കെ വാങ്ങി നല്ല ആൾക്കാർ ലൈവായിട്ട് കൂടെ നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ സമൂഹത്തിൽ ഇത്രയും പുരുഷന്മാരല്ലേ ഇത്രയും സ്ത്രീകളുള്ള സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ആവശ്യം നിറവേറ്റാൻ വേണ്ടി വെറുതെ ഒരു സെക്സ് ടോയ് വാങ്ങി സമയം കളയുന്നതിനാ? പൈസയും പോകും, സമയം നഷ്ടമാണ്. നാട്ടിൽ ഈ ലിവിങ് ടുഗദർ അങ്ങനെയുള്ള മണ്ണാങ്കട്ട കൊണ്ട് ജീവിക്കാൻ കഴിയാതായിരിക്കുകയാണ്. അപ്പോഴാണ് ഇതുപോലെയുള്ള ഊളകൾ വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്റെ പൊന്നു യൂട്യൂബർമാരെ, നിങ്ങളൊന്നും ഇതൊന്നും പ്രോത്സാഹിപ്പിക്കരുത്. നമ്മൾ കാണുന്നില്ലേ നമ്മുടെ ഈ നാട്ടിൽ ഒരു സാമൂഹ്യമായ ഒരു അവസ്ഥയുണ്ട്. അതാണ് നമ്മുടെ നാട്. നമ്മൾ ഒരിക്കലും അമേരിക്കക്കാരനെ പോലെയൊന്നും ഇത് പ്രോത്സാഹിപ്പിക്കരുതെന്ന് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല ബോസേ. നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന, നമ്മളതിൽ ശരിയേതാ തെറ്റേതാന്ന് പറഞ്ഞു കൊടുക്കുന്നതേ ഉള്ളൂ. എന്ന് കരുതി നിങ്ങളെല്ലാവരും ഇത് വാങ്ങണം, ഞാൻ ഗ്യാരണ്ടി ആണെന്നും പറഞ്ഞിട്ട് നമ്മളിത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇങ്ങനൊരു സംഭവം വിപണിയിലുണ്ട്, ആവശ്യക്കാർക്ക് അത് യൂസ് ചെയ്യാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. എല്ലാവരും ഇത് വാങ്ങണം എന്ന് ഇന്നേ വരെ ഒരു യൂട്യൂബറും വന്ന് പറഞ്ഞിട്ടില്ല. അത് മനസ്സിലാക്കണം. പിന്നെ ഈ ലിവിങ് ടുഗദർ കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് ഇനി അങ്ങോട്ടും എക്സിസ്റ്റ് ചെയ്യും. അതൊരു പെണ്ണിന്റെയും ഒരു പുരുഷന്റെയും വ്യക്തിപരമായ താല്പര്യങ്ങൾ അവരവരുടെ ദാമ്പത്യ ജീവിതം എങ്ങനെ നയിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അതിലിപ്പോ അത് കുടുംബം തകർക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ല. അപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു, സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് നാട്ടിലും സമൂഹത്തിലും നടക്കുന്ന കൊള്ളരുതായ്മയും കാര്യങ്ങളൊക്കെ പുറമെ അറിയുന്നു. ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം പുറമെ ഒരു ഈച്ചക്കുഞ്ഞ് പോലും അറിയില്ല. കാരണം അന്ന് ന്യൂസ് ചാനൽസ് ഇല്ല, സോഷ്യൽ മീഡിയ ഇല്ല, ഇതേമാതിരിയുള്ള ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺസ് ഇല്ല, ഒന്നുമില്ല. അപ്പൊ ആ കാലഘട്ടത്തിൽ നിന്ന് ഈ കാലഘട്ടം വ്യത്യാസപ്പെടുന്ന സമയത്ത് അതിൻ്റെതായ വ്യത്യാസങ്ങൾ ആൾക്കാരിലും ഉണ്ടാവും, ഇറങ്ങുന്ന പ്രൊഡക്ട്സിലും ഉണ്ടാവും, എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവും. ജീവിക്കാൻ നമ്മളെ കൊണ്ടൊന്നും പറ്റൂലടോ. നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കി. അല്ലാതെ നിങ്ങൾ ഈ അമേരിക്കക്കാരന്റെ കൂടെ പോലെ ജീവിക്കണം, അവന്റെ അടുത്തേക്ക് പോകണം, എന്ത് മാങ്ങാത്തൊലിയാണ്. നമ്മൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത്രക്ക് മോശ സംസ്കാരമൊന്നുമല്ല. നമ്മൾ മര്യാദയ്ക്ക് തുണിയുടുത്തി ജീവിക്കുന്നതും അതുപോലെ സാമൂഹികപരമായിട്ട് ജീവിക്കുന്നതും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരെ പോലെയൊന്നും അല്ല ജീവിക്കുന്നത്. പക്ഷെ അവരെ കാട്ടി മുൻപന്തിയിൽ തന്നെയാണ് നമ്മൾ. പിന്നെ അമേരിക്കക്കാരൻ ചെയ്യുന്നതൊക്കെ ശരിയാണ്, ഇല്ല മറ്റവൻ ചെയ്യുന്നതൊക്കെ ശരിയാണ്, നമ്മൾക്ക് ഇന്ത്യക്കാർ ചെയ്യുന്നതും ശരിയല്ല. ഇത് എമ്മാതിരി തോന്നിയ വാസല്ലേ ഇതൊക്കെ കളിക്കുന്നത്. ഇത് പറയാനും പ്രോത്സാഹിപ്പിക്കാനും കുറെ ആളുകൾ. ഈ കമ്പനിയോട് നല്ല രീതിയിലുള്ള പൈസയും കാര്യങ്ങളൊക്കെ ഈ സ്ത്രീ വാങ്ങിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്, അല്ലാതെ വെറുതെ ഒന്നുമല്ല. കേരളത്തിലെ ജനങ്ങളെയും കൂടി എനിക്കൊന്ന് ഉത്തേജിപ്പിക്കാം എന്നുള്ള തരത്തില് പണ്ടൊരു ബ്ലോഗർ ഉണ്ടായിരുന്നു. അവനാണെങ്കിൽ സ്റ്റാമിന വെക്കലായിരുന്നു പണി. അവിടുന്ന് എന്താണെന്ന് വെച്ചാൽ ഏതോ ഒരു സ്റ്റാമിന സേവർ അങ്ങനെ എന്തോ ഒരു കാര്യം പറഞ്ഞിട്ട് ഇത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തിരിഞ്ഞു നോക്കണ്ട മക്കളെ എന്ന് വിചാരിച്ച് കുറേ എണ്ണം ഇത് വാങ്ങിച്ച് കുടിച്ചിട്ടുണ്ട്. ഇനി ഇവന്റെ അവസ്ഥ എന്താണെന്ന് ദൈവത്തിനറിയാം. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ഇവരൊക്കെ എന്ന് പറഞ്ഞ് ഇവരൊക്കെ എന്താണ്, അതൊക്കെ പിന്നെ പോട്ടെ. എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള കുറെ ഗുളികകളും പിന്നെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ഗുളികകളൊക്കെ കുടിക്കാറുമുണ്ട്. അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ ഇമാതിരി തോന്നിയ വാസങ്ങൾ, ഇതുപോലെയുള്ള വൃത്തികെട്ട വീഡിയോസ് ഞാൻ പറയുള്ളൂ. ഈ കാണിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടായിരുന്നു ഇത് ഇങ്ങനെ ചെയ്യാനാണ് അങ്ങനെ ചെയ്യാനാണ്. ഇതെന്താ വെള്ളേരിക്കപ്പെട്ടണ? ഇതെന്താ ഇപ്പോഴുള്ള കുട്ടികൾക്കൊന്നും ഇതൊന്നും അറിയില്ല. അവരുടെ മുട്ടേന്ന് വന്നതും കേട്ടാണോ? അല്ല, അറിയാതുകൊണ്ട് വയ്ക്കുന്നതാണ്. ഈ സമയം വരുമ്പോ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, പുല്ല് അപ്പുറത്തെ പറമ്പത്തുണ്ടെങ്കിൽ അവിടെ അന്വേഷിച്ചു പോയിട്ട് പശു തിന്നോളുമായിരുന്നു. നമ്മൾ ഈ തീറ്റിക്കാനുള്ള ശ്രമമൊന്നും നടത്തണ്ട. ആ പശുവിനെ അറിയാം എവിടെ കിട്ടും പുല്ല് എന്നുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മുടെ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ശരി പ്രോത്സാഹിപ്പിക്കരുത്. അതായത് ഇവരൊക്കെ ഇത് പറഞ്ഞു പോകുന്നത് വയറ്റപ്പഴപ്പിന് വേണ്ടിയിട്ടാണ്. ഇവർ നല്ല പൈസ വാങ്ങിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞപ്പോ രഹസ്യമായിട്ട് ഇപ്പൊ എല്ലാവരും നോക്കുന്നത് ഇത് എവിടെ കിട്ടും, ഇതേപോലത്തെ സാധനം എനിക്കൊന്ന് വേണം, എന്നാ പിന്നെ കെട്ടക്കെട്ട് എന്ന് പറഞ്ഞിട്ട് രഹസ്യമായിട്ട് ഇപ്പൊ എല്ലാവരും ഓർഡർ ചെയ്യലാണ്. അപ്പൊ കുറച്ചു നാൾ കഴിഞ്ഞാൽ ഇനിയിപ്പോഴും പറയും എനിക്ക് ഭർത്താവിനെ വേണ്ട, എനിക്ക് ഭാര്യയെ വേണ്ട, ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങും ആൾക്കാർ. സമൂഹം നശിക്കൂടോ, നശിച്ചു സമൂഹം. മനസ്സിലായ? ഇതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അനാഥരാകുന്നത് ഈ പാവം കുട്ടികൾ തന്നെയാണ്. സമൂഹം എവിടെയാണ് നശിക്കാത്തത്? ഇപ്പം ഒന്ന് നോക്ക്. ഇന്നാളെ ഒരു ചേട്ടൻ ഒരു വീട്ടിൽ കയറി 3 ആൾക്കാരെ വെട്ടി തല്ലി തലക്കടിച്ചു കൊന്നു. ഇന്നാള് ഒരുത്തൻ സ്കൂളിലെ സാറുമാരെ കയറി ഭീഷണിപ്പെടുത്തി. 64 പേര് ചേർന്ന് ഒരു പെൺകുട്ടീനെ റേപ്പ് ചെയ്തു. 9 പേര് ചേർന്ന് ഒരു പെൺകുട്ടീനെ റേപ്പ് ചെയ്തു.
ഇത്രയും കാര്യങ്ങളുള്ള സമയത്ത് സമൂഹം എങ്ങനെ നശിക്കാതെ ഏത് രീതിയിൽ ഈ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന സമയത്ത് മാത്രമാണോ സമൂഹം നശിക്കുന്നത്? നിങ്ങളൊരു കാര്യം ചെയ്യുക, ഡോക്ടർമാരുടെ വീഡിയോസും കാര്യങ്ങളും ഒരുപാടുണ്ട് ഈ സെക്സ് എഡ്യൂക്കേഷൻ. എന്താണ് പ്രഗ്നന്റ് ആവാൻ വേണ്ടി ഏത് സമയത്ത് ലൈംഗികമായി ബന്ധപ്പെടണം, എങ്ങനെയൊക്കെ ചെയ്യണം, അതിന്റെ പൊസിഷൻസിന്റെ പേര് കാര്യങ്ങളൊക്കെ. എന്നാൽ പിന്നെ നിങ്ങൾക്ക് അതിനെതിരെ ഒരു വീഡിയോ ഇട്ടിട്ട് പറഞ്ഞുകൂടി ഇത് ഹോസ്പിറ്റലിൽ മാത്രം ഒതുക്കണം, സോഷ്യൽ മീഡിയസിൽ ഇത് വന്ന് പറയരുത്, കുട്ടികൾ കാണുന്നതാണ്, സ്ത്രീകൾ കാണുന്നതാണ്. ഇതൊക്കെ ഒരു നോളജാണ്. എവിടെ എന്ത് ചെയ്യണം, എങ്ങനെ പെരുമാറണം എന്നുള്ളതൊക്കെ ഒരു നോളജാണ്. അത് കൊടുക്കുക മാത്രമേ പെണ്ണ് ചെയ്യുന്നുള്ളൂ. അമ്മയും ഇല്ലാത്ത ഒരു സ്ഥിതിയില് പിന്നെ അങ്ങോട്ടങ്ങ് നിൽക്കേണ്ടി വരും എന്നുള്ളതാണ്. അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇമാതിരി തോന്നിയവാസമുള്ള വീഡിയോസ് എടുത്ത് ഇടാതിരിക്കുക. എന്തുപകാരമാണ്, മനസ്സിലായ? എന്തുപകാരമാണ് ഇതിനെക്കൊണ്ട്? ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇനിയിപ്പോഴേ അത് ഉപയോഗിക്കുന്ന രീതി എന്തോ ഭാഗ്യത്തിന് കാണിച്ചിട്ടില്ലേ. എന്റെ മറ്റേ നമ്പ്യാറെ ഇനി അതും കൂടി കാണിച്ചേക്കല്ലേ. നമ്പ്യാറ ഈ കമ്പനി കാണാതെ ഭാഗ്യേ. എന്താ ചേട്ടന് നീള നമ്പ്യാരൊക്കെ അറിയാം. നമ്പ്യാരോട് അത് കാണിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്പ്യാര് കാണിച്ച ഏതാണ്ടൊക്കെയോ ചേട്ടായിക്ക് അറിയാം. ആണെന്നറിയാം. നമ്പ്യാറെ കണ്ടിട്ടുണ്ടെങ്കിൽ കമ്പനി നമ്പ്യാരെ ഏൽപ്പിച്ചേനെ ഈ സാധനം ഒന്ന് ഉപയോഗിച്ച് കാണിച്ചു കൊടുക്കണേന്ന് പറഞ്ഞിട്ട്. മനസ്സിലായിരുന്നു? കാരണം ഇൻസ്റ്റാഗ്രാമിൽ മുഴുവൻ തുണിയില്ലാണ്ട് നടക്കല ആ സ്ത്രീയുടെ പണിയായിരുന്നു. എന്നിട്ട് പറയുകയാണ് എന്റെ മക്കൾ ഇൻസ്റ്റാഗ്രാമിൽ മുഴുവൻ തുണിയില്ലാണ്ട് നടക്കല ആ സ്ത്രീന്റെ പണിന്ന്. ചേട്ടന് അതൊക്കെ അറിയാം. അപ്പൊ നീള നമ്പ്യാർക്കെതിരെ ഒരു വീഡിയോ ചെയ്തുകൊണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാം പെൺകുട്ടികൾ യൂസ് ചെയ്യുന്നതാണ്, കുട്ടികൾ യൂസ് ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്റെ പൊന്നു ചേട്ടൻ നല്ലൊരു അസല് സദാചാര ബോസാണ് കേട്ടോ. ഭർത്താവും പറഞ്ഞിട്ട് എങ്ങനെ നടക്കുന്നു ഒരു എളുപ്പമില്ലാതെയായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കൂറകള് ഇവരൊക്കെ സെക്സ് എഡ്യൂക്കേഷൻ നടത്തുന്നതാ പറയുന്നത്. അതായത് എല്ലാ കാര്യവും കാണിച്ചിട്ട് നടന്നിട്ട് പറയും നമ്മള് സെക്സ് എഡ്യൂക്കേഷൻ ആണ് നടത്തുന്നത്. പണ്ടൊക്കെ നമ്മൾ മറ്റേ ലാബിൽ പോണായിരുന്നു. നമ്മൾ 10ാം ക്ലാസ്സിലും പഠിക്കുമ്പോ ഈ മനുഷ്യന്മാരുടെ മറ്റേ സ്കെൽട്ടൻ ഇങ്ങനെ നോക്കിച്ചിരിക്കുന്നുണ്ടാവില്ലേ, അവിടെ നിന്നാണ് നമ്മൾ ഇതാണ് മനുഷ്യന്റെ ഇതാണ് എല്ലാം മനസ്സിലാക്കുന്നത്. ഇത് അങ്ങനെയല്ല. ഇത് ഒരുത്തി വന്നിട്ട് ഇങ്ങനെ എല്ലാം അയച്ചു നിന്നിട്ട് പറയുകയാണ് ഇതാണ് സെക്സ് എഡ്യൂക്കേഷൻ. അങ്ങനെയുള്ള കുറെ കൂറകൾ നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതികളൊന്നും പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം തുപ്പിയാട്ടിയിട്ട് അങ്ങ് വിടുക, അത്ര മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും പറയാനില്ല. അല്ലാതെ തുപ്പിയാട്ടി വിടണം അങ്ങനെയുള്ള ആൾക്കാരെ. എന്റെ ചേട്ടാ, നിങ്ങളും ചെയ്യുന്നത് ഒരു തരത്തിലുള്ള പ്രൊമോഷൻ തന്നെയാ. ഇപ്പൊ ആ വീഡിയോ കാണാത്ത ആൾക്കാർ എത്രയോ പേരുണ്ടാവും. നിങ്ങളുടെ ഈ റിയാക്ഷൻ ചാനൽ കണ്ടിട്ട് ഇപ്പൊ നിങ്ങൾ ഈ റിയാക്ഷൻ വീഡിയോ കണ്ടിട്ട് ഇപ്പൊ ഇത് ഇപ്പൊ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഒരു 19K ആൾക്കാർ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്ത ആൾക്കാർ തന്നെ വേഗം പോയിട്ട് ഇത് എന്താ സംഭവം എന്നറിയാൻ വേണ്ടി ഇപ്പം അവരുടെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അങ്ങനെയും കുറച്ച് വ്യൂവേഴ്സ് അതിന് കൂടിയിട്ടുണ്ടാവും. എന്താ പറയേണ്ടത്, ഞരമ്പുകളെ സൂചിപ്പിക്കുന്ന ഇവരെ പോലെയുള്ള ആൾക്കാർ എന്ത് പറയാനാണ്? ഒരു സാമാനവും കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്താൽ ഇത് ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ ഇവിടെ അവിടെ തൊട്ട് കഴിഞ്ഞാൽ എന്ത് വൃത്തികെട്ട പരിപാടിയായിരുന്നു. അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കുറെ എണ്ണമായിരുന്നു, ലൈക്ക് അടിക്കാൻ. ഇതൊക്കെ പണ്ടേ വരേണ്ടതായിരുന്നു. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ പീഡനം ഉണ്ടാവില്ല. ആരോടോ പറഞ്ഞ പീഡനം ഉണ്ടാവില്ല എന്ന്? ഇത് വന്നു കഴിഞ്ഞാൽ പീഡനം ഉണ്ടാവില്ല എന്ന് ആരാ പറഞ്ഞേ? പീഡനം 100% ഉണ്ടാവും. 100% ഉണ്ടാവും. കാരണം ഞാൻ പറഞ്ഞു തരാം. കാരണം എന്താന്ന് വെച്ചാൽ ഈ ആണുങ്ങള് സ്ത്രീകളുടെ വസ്ത്രം കാര്യങ്ങൾ കുറ്റം പറയുന്ന ആണുങ്ങളോട് ഞാൻ പറയുന്നത് എന്തായാലും പീഡനം ഉണ്ടാവും. കാരണം അവര് നോക്കുന്നത് സ്ത്രീകളുടെ വസ്ത്രമല്ല. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. പീഡനം ഉണ്ടാവും. പെൺകുട്ടികളുടെ വസ്ത്രധാരണം കാരണമാണ് പീഡനം ഉണ്ടാകുന്നതെന്ന് പറയുന്ന പുരുഷന്മാരോട് ഞാൻ ചോദിക്കുക, നിങ്ങൾ എത്ര പേരെ പീഡിപ്പിച്ചിട്ടുണ്ട്? നിങ്ങൾ എത്ര പേരെ ആ കണ്ണോടെ നോക്കിയിട്ടുണ്ട്? എത്ര പേരെ കമന്റ് അടിച്ചിട്ടുണ്ട്? എത്ര പേരെ തോണ്ടിയിട്ടുണ്ട്? നിങ്ങളുടെ സഹോദരനാവട്ടെ അപ്പനാവട്ടെ എത്ര പേരോട് അങ്ങനെ പെരുമാറി നിങ്ങൾ കണ്ടിട്ടുണ്ട്? അപ്പൊ എല്ലാ ആണുങ്ങളുടെ കുഴപ്പമല്ല, സ്ത്രീകളെ ഒരു സെക്സ് ഉപകരണമായിട്ട് കാണുന്ന വൃത്തികെട്ട ചിന്താഗതിയുള്ള പുരുഷന്മാരുടെ തകരാറാണ് ഈ പീഡനം എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് വരുന്നത്. പീഡനം ഇല്ലാതെ നിൽക്കേണ്ട കിരീടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായ ഒരു നിയമം വരണം, പേടിപ്പെടുത്തുന്ന ഒരു നിയമം വരണം. എന്നാലും മാത്രമേ ഈ പീഡനം ഇല്ലാതിരിക്കുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോ ഞാൻ അത് പോയിന്റ് പീഡനം ഇല്ലാണ്ടിരിക്കണമെങ്കിൽ ചേട്ടൻ പറഞ്ഞ പോലെ നല്ല ശക്തമായിട്ടുള്ള ഒരു നിയമം തന്നെ വരണം. എന്നാലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറയുള്ളൂ. ഞാൻ സദാചാരവാദിയോ അല്ലെങ്കിൽ ഞാൻ ഇതൊന്നും അല്ലെങ്കിൽ വാങ്ങിക്കുന്നവർ വാങ്ങിക്കുന്നതിന് എനിക്കൊരു കുഴപ്പമില്ല. അതായത് ഇനി വാങ്ങിച്ച് കരുതിയിട്ട് എനിക്കൊന്നും സംഭവിക്കാനുമില്ല. അപ്പൊ ഇതെല്ലാം ഉപയോഗിക്കേണ്ടെങ്കിൽ ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചേട്ടൻ സദാചാരനൊന്നും അല്ല, ഞാൻ വെറുതെ സദാചാര ബോസാന്നൊക്കെ പറഞ്ഞു. സോറി ബ്രോ, ക്ഷമിക്കാം. വെള്ളം വിട്ടുകളി. അതന്നെ അമേരിക്കയല്ല, ആദ്യം തന്നെ ആലോചിച്ചോ, ഇത് കേരളമാണ്. അമേരിക്കയും കേരളവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് വാക്കളെ. അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടേതായ സ്റ്റൈലിലെ ജീവിതമാണ്. അല്ലാതെ പിന്നെ നിങ്ങൾ ഈ അറബികളെ കണ്ടിട്ടുണ്ട്, അവരൊരാളെ അനുകരിക്കൂലല്ലോ, ഒരാളെ അനുകരിക്കൂല. അവരതുകൊണ്ടല്ലേ ഇപ്പോൾ ആ വെള്ള പിന്നെ തോപ്പും അതുപോലെ തന്നെ തലയെ കെട്ടും വെച്ച് നടക്കുന്നത്. അല്ലാതെ അറബികൾക്ക് ഇത് പണ്ടത്തെ വേഷമാണ്. ഇപ്പൊ നമ്മളെ കാണുന്നില്ല ഈ മുണ്ടുടുത്തിട്ട് നടക്കുന്നത്, ഇത് നമ്മളെ വേഷമാണിത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുപോലെ നമ്മൾ നിൽക്കണം. എന്തിനാണ് വെറുതെ മറ്റുള്ളവനെ അനുകരിക്കുന്നത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്.
പണ്ടുള്ള ആൾക്കാരുടെ സംസ്കാരത്തിൽ നിന്ന പോലെ നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതേ സംസ്കാരത്തിൽ നിൽക്കുകയാണെങ്കിൽ ഇന്ന് ഈ സ്റ്റേജിൽ എത്തുവോ? ചേട്ടൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുവോ? പണ്ടുള്ള ആൾക്കാർക്ക് സോഷ്യൽ മീഡിയ ഇല്ല, മൊബൈൽ ഫോണില്ല, ഒന്നുമില്ല. അതേ സംസ്കാരത്തിൽ പിന്തുടർന്ന് വരികയാണെങ്കിൽ എന്തിനാ പിന്നെ ഫോണ്? ചേട്ടൻ എന്തിനാ യൂട്യൂബ്, സോഷ്യൽ മീഡിയ? പണ്ടത്തെ ആൾക്കാർക്ക് അതൊന്നുമില്ല. അവരുടെ സംസ്കാരം അങ്ങനെ സോഷ്യൽ മീഡിയ ഒന്നും ഉപയോഗിക്കാൻ അനുവദിക്കുന്ന ഒരു സംസ്കാരമല്ല. ഓന്റെ നല്ല ശീലം എന്തുകൊണ്ടെങ്കിൽ അനുകരിച്ചോ? അല്ല ഈ ഷഡ്ഡിയും ബ്രേസറും കൂട്ടിയിട്ട് കടൽ തീരത്ത് പോയി കിടക്കണം, ഇല്ലെങ്കിൽ വെയിൽ കൊള്ളണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? ഇപ്പൊ കോവളത്ത് പോയിട്ട് ഇംഗ്ലീഷുകാർക്ക് കിടക്കാം, ഒരു മലയാളിക്ക് കിടക്കാൻ പറ്റുമോ? നിങ്ങൾ ഷഡ്ഡിയും ബ്രേസറും ഇട്ട് കടൽ തീരത്ത് പോണം, കിടക്കണം, ഇത് ആരെയോ ഉദ്ദേശിച്ച് പറയുന്ന പോലെ ഉണ്ടല്ലോ. രഹന ഫാത്തിമേനെയാണോ? ഒന്ന് പറ. ഇനി ആ കോവളത്ത് കിടക്കുമ്പോൾ തന്നെ ആ ഞരമ്പുകൾ അസുഖം നിങ്ങൾ കണ്ടതല്ലേ? ഇതാണോ ഇവിടെ നടക്കാൻ പോകുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇമാതിരി തോന്നിയവാസമുള്ള വീഡിയോ ഒന്നും നിങ്ങൾ വെറുതെ കിടന്നിട്ട് പ്രോത്സാഹിപ്പിക്കരുത്. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ലൈക്ക് ബട്ടൺ ഉണ്ടല്ലോ, അതൊന്ന് അമർത്തിയേ. എന്നാ വരുന്നേ. ഇഷ്ടപ്പെട്ട ലൈക്ക് ബട്ടൺ അമർത്തണം, ഇഷ്ടപ്പെട്ട എന്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം. ചേട്ടൻ പറഞ്ഞ പോലെ, ചേട്ടൻ ഉദ്ദേശിച്ച പോലെ ഇന്നല്ല. വേറെ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടു, എന്താണ് വലിയ കുഴപ്പമുള്ള വീഡിയോസ് ഒന്നല്ല, നന്നായിട്ട് റിയാക്ട് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ മാത്രമേ ചേട്ടാ അതിനോടൊരു വിയോജിപ്പുള്ളൂ. കാരണം ഇത് അത്ര വലിയ മഹാപാപമൊന്നും അല്ല ചേട്ടാ. വേറെ രണ്ടാമതൊരാളെ മൂന്നാമതൊരാളെ ശല്യം ചെയ്യാതെ, വേറൊരാളെ കുടുംബജീവിതം തകർക്കാതെ ഒരു സ്ത്രീക്കോ പുരുഷനോ സ്വന്തം ലൈംഗികാവശ്യം നിറവേറ്റാൻ പറ്റുന്ന ഒരു ഉപാധി, അതിനെ അങ്ങനെയായിട്ട് കണ്ടാൽ മതി. പിന്നെ ഇപ്പൊ അതിലത്ര സീനാക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെറുതെ എന്തിനാ ആ കൊച്ചിനെ വെറുതെ നെഗറ്റീവ് അടിപ്പിച്ച് ഒരുപാട് നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യിക്കുന്നേ? അതിനതാണ് വരുമാനം എങ്കിൽ അങ്ങനെ പോട്ടെ. 1.1 മില്യൺ ആൾക്കാർ ആ കുട്ടിനെ പിന്തുണയ്ക്കുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും ആൾക്കാർക്ക് എന്താണ് ആ പെൺകുട്ടിയുടെ വീഡിയോ യൂസ്ഫുൾ ആണ് എന്നാണ് അതിന്റെ അർത്ഥം. എത്രയും ആൾക്കാർ ലൈക്ക് അടിക്കുന്നുണ്ടെങ്കിൽ, വ്യൂസ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ അത് ആ പെൺകുട്ടിയുടെ വീഡിയോ ഉപകാരമുള്ളതാണ്. അതിനാ രീതിയിൽ അങ്ങ് വിട് ബോസ്.